കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക. കേരള പോലീസിന് ഇങ്ങനെ ചില പരിപാടികളുണ്ട്. പോലീസിൻ്റെ ഈ പരിപാടിയിൽ ജീവിതം നശിച്ചുപോയ ഒരു മനുഷ്യനാണ് ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാണ്. എങ്ങനെ അദ്ദേഹം പ്രതിയായി, ആ കഥയൊന്ന് കേട്ടു നോക്കാം. സ്വാഗതം. എങ്ങനെ പ്രതിയായി? എങ്ങനെ പ്രതിയായെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴക്കുണ്ടായി, സ്വാഭാവികം. നമ്മളടിച്ചു, നമ്മൾ ഡിഫെൻഡ് ചെയ്യും. സാധാരണ ആണല്ലോ, നമുക്കിപ്പം അടികൊണ്ട് മരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രണ്ട് ടീം തമ്മിലുള്ള ഒരു വഴക്കായിരുന്നു. വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി. അതൊരു വലിയൊരു വഴക്കൊന്നും അല്ല. നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ തിരിച്ചു കൊടുത്തു. നമ്മളെന്ന് പറഞ്ഞാൽ ആകെ അപ്പോഴും ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ മർഡർ കേസിൽ 6 പേര് പ്രതികളായി. അതിൽ 2-3 പേര് ആ സ്പോട്ടിൽ ഇല്ലാത്തവരാണ്. അപ്പോൾ മർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ എന്താണ് താങ്കളുടെ പേര്? ആരാണ് മരിച്ചത്? എൻ്റെ പേര് ജൂഡ് മൈക്കിൾ. സ്ഥലം വലിയ വേടി. മരിച്ചത് ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പേര് മേരി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ആളിത്തിരി വയസ്സായ ആളാണ്. 2020 ഓഗസ്റ്റിലാണ്. 2020 ഓഗസ്റ്റിൽ. അപ്പോൾ നമ്മൾ വഴക്കുണ്ടായി, നമുക്ക് കുറച്ച് പരുക്ക് കിട്ടി. അടിയൊക്കെ കൊണ്ട് കമ്പിക്കൊക്കെ അടി കൊണ്ട് തലയൊക്കെ ഒരുമാതിരിയായി, കൈയൊക്കെ ഡാമേജ് ആയി. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു പുള്ളിയുണ്ട്, എൻ്റെ ബ്രദറാണ് ആൾ. അപ്പോൾ ആ പുള്ളിക്ക് ചെവിയൊക്കെ ഇങ്ങനെ കട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ടീമിൽ ആർക്കും തന്നെ അധികം പരുക്കൊന്നുമില്ല, അത്രയ്ക്ക് വലിയ വഴക്കൊന്നുമല്ല. പക്ഷേ പരുക്ക് കൂടുതലും പ്രശ്നം. ഞാൻ ഈ വാർത്ത കാണുന്നത് ഈ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ് ഞാനും അറിഞ്ഞത്. പക്ഷെ ഈ അമ്മച്ചി ഇവിടെ ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ മർഡർ അറിയുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. എന്നെയും ഈ എൻ്റെ കൂടെയുള്ള ബ്രദറിനെയും ഇപ്പം പരുക്ക് കാരണം ആനന്ദ് എന്ന് പറയുന്ന പുള്ളി നമ്മുടെ കൂടെയുള്ള കൂട്ടുപ്രതിയാണ്. പുള്ളിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പുള്ളി അപ്പോഴ് ആരോ വിളിച്ചു പറഞ്ഞിട്ട് ആ സ്പോട്ടിൽ വന്നതാണ്. അപ്പോൾ പുള്ളി വന്നപ്പോൾ അപ്പോഴും ആ സമയത്തുണ്ടായിരുന്ന SI ആണ് പറഞ്ഞാൽ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോഴവിടെ മരണമില്ല, അപ്പോഴവിടെ ആരും മരിച്ചിട്ടില്ല, ആർക്കും വയ്യായികയില്ല. നമ്മൾ വയ്യാത്തതുകൊണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മൾ അനന്തപുരി ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്, ട്രീറ്റ്മെൻറ്റ് ഇരിക്കുമ്പോഴാണ് CI സാർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ജൂഡ് മൈക്കിളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നു കൂടെ ആരുണ്ട്? ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബ്രദർ ജോസ് ഓളമൻ ഉണ്ട്. അപ്പോൾ പറയും പുള്ളി കിടക്കും. പുള്ളിയും ഇങ്ങനെ വെച്ച് കെട്ടി കിടക്കുകയാണ്. സ്റ്റിച്ചൊന്നും ആയില്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്യണം. അത് ഒരു 6-7 സ്റ്റിച്ച് അടുപ്പിച്ച് വരുമെന്ന് പറഞ്ഞു ഒരു ഡോക്ടർ. അങ്ങനെ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, എടാ അവിടെ ഒരു മരണമുണ്ടായി, അമ്മച്ചി മരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് അമ്മച്ചി ഉള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാനിതൊന്നും അറിഞ്ഞില്ല, നമ്മൾ കണ്ടതൊന്നുമല്ല, ഇത് നമ്മൾ അറിയാത്ത കേസാണ്. അപ്പോൾ പറഞ്ഞു, എടാ അത് നിങ്ങൾ കൂടെ വരണം. ഞാൻ ചോദിച്ചു അറസ്റ്റ് ആണോ? ആന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏത് പോലീസ് സ്റ്റേഷൻ? നമ്മുടെ തുമ്പ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പുള്ളിയുടെ പുറകെ ഒരു 5-6 പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ച ഉടനെ ഞങ്ങൾ കയറി അങ്ങ് പോയി. പുള്ളി ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി 2 ചെയറൊക്കെ തന്നിരുത്തി. അടിച്ചോ? അല്ലല്ല, ഉപദ്രവിച്ചില്ല. പുള്ളി അപ്പോഴേ പറഞ്ഞു, ഇവിടെ ആരും അവരെ ഉപദ്രവിക്കരുത്, അവർ നമ്മൾ വിളിച്ചപ്പോൾ മാന്യമായിട്ട് കൂടെ വന്നവരാണ്, ആരും ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞു. ചെയറൊക്കെ തന്നിരുത്തി. അപ്പോൾ ചെയർ നിരുത്തിയപ്പോഴും എനിക്ക് സംഭവത്തിൻ്റെ ഇതൊന്നും അത്ര ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായില്ല. എന്താണ് നടക്കുന്നതെന്നും അറിയത്തില്ല. ചെയർ ഒന്ന് ഞങ്ങൾ 2 പേരും ഇരുന്നു. അപ്പോൾ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു പോലീസുകാരൻ ന്യൂസ് നോക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ ഫ്ലാഷ് ന്യൂസ് പോകുന്നത് ഞാൻ കണ്ടു. വലിയ വെളിയിൽ സംഘർഷം, വയസ്സായ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. കൊറോണ സമയമല്ലായിരുന്നോ? അതെ, കൊറോണ സമയം. അതെ. അത് കഴിഞ്ഞ് അവർ അപ്പോഴും തന്നെ എനിക്ക് തോന്നുന്നൊരു 2-3 മണിക്കൂർ, 10-12 മണിക്കകത്ത് തന്നെ അവർ FIR ഒക്കെ 302 ഇട്ടു. കുഴഞ്ഞു വീണ് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ നമുക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണത്. ഇവർ കുഴഞ്ഞു വീണ് മരിച്ചെന്ന് ഇവർ തന്നെ പറയുന്നു. പിന്നെ ഇവർ 302 ഇട്ടു, മർഡർ ഇട്ട്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞൂടാ, സ്തംഭിച്ച് കിടക്കുകയാണ് ഞാനകത്ത്. അപ്പോൾ ഇവർ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ പരിശോധനയൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് പറയാണ്, നിൻ്റെ കാര്യം തീരുമാനമായെന്ന്. എൻ്റെ അടുത്ത് ഒരു പോലീസുകാരൻ പറയാം, എന്ത് തീരുമാനമായിരുന്നു എനിക്കറിഞ്ഞൂടാ. ഞാനിങ്ങനെ അന്തം വിട്ട് വെക്കുകയാണ്, നിൻ്റെ കാര്യം തീരുമാനമായി. എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പുള്ളി എന്നെ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ബ്രദറിനെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്നാണ് സ്റ്റിച്ചെല്ലാം ചെയ്തു കൊണ്ടുവന്നു. പിറ്റേ ദിവസം വൈകിട്ട് നമ്മൾ റിമാൻഡ് ഇപ്പോൾ ഓൺലൈനായിരുന്നു. ഇപ്പോൾ പുള്ളി മാഡം ജഡ്ജ് ലേഡിയാണ്. പുള്ളി കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു.
കഴിഞ്ഞു. അപ്പോൾ അന്ന് വൈകിട്ട്, അത് പിറ്റേ ദിവസം വൈകിട്ട് നമ്മൾ റിമാൻഡിലോട്ട് പോകുമ്പോൾ CI സാറിൻ്റെ അടുത്ത് എൻ്റെ ബ്രദർ ചോദിക്കുകയാണ്, സാർ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സാറിനും അറിയാം നമുക്കും അറിയാം. പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് കാണിക്കുന്നത് ചതിയാണ്, ദൈവകോപം ഉണ്ടാകുന്നത്. അപ്പോൾ CI സാർ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറയാണ്, എടാ എന്നെ നിങ്ങൾ പ്രാകരുത്, എന്നെ പ്രാകരുത്, ഇത് എൻ്റെ കയ്യിൽ ഒരു സ്റ്റേഷൻ്റെ CI സാർ ഞങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇത് എന്നെ പ്രാകരുത്, എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, ഇത് മന്ത്രി ലെവലിലും കളക്ടർ ലെവലിലൊക്കെ വെളിപോയ കേസാണ്, അവരാണ് തീരുമാനിക്കുന്നതെന്ന് പുള്ളി പറയാണ്. കടകംപള്ളി സുരേന്ദ്രൻ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റോള്? പുള്ളിയെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയത്തില്ല, അതിനെക്കുറിച്ച് അഭിപ്രായമില്ല. സാറ് ഒരു മന്ത്രി ഇടപെട്ടു, മന്ത്രി ലെവലിൽ പോയി അല്ലെങ്കിൽ കളക്ടർ ലെവലിൽ ഇടപെട്ടു, അവർ വിളിച്ചു, അവരാണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൽ ഇപ്പം മന്ത്രി എന്ന് പറയുമ്പോൾ പലരും നിങ്ങളുമായി പ്രശ്നത്തിൽ ഉൾപ്പെട്ടവരുടെ കൂടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതെ അതാണ്, അവരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, പുള്ളിയാണോ ഇനി വേറെ വല്ല മന്ത്രിമാരാണോ, മന്ത്രി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതിന് വ്യക്തിപരമായിട്ട് നമുക്ക് അറിയത്തില്ല. അതെ. അപ്പോൾ അങ്ങനെ എത്ര ദിവസം ജയിലിൽ കിടന്നു? ഞാൻ 1.5 മാസം കിടന്നു. 45 ദിവസം. ഇപ്പോഴും ട്രയൽ നടക്കുകയല്ലേ? ക്രൈമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ട്രയൽ നടക്കില്ല, വിചാരണ നടക്കുകയല്ലേ? ഉണ്ട്. സോറി, വിചാരണ നടപ്പുണ്ട്. നമ്മൾ പോയതുമാണ്. ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് നാൾ മുന്നേ അപ്പിയറിയും പോയിട്ടുണ്ട്. ഈ 2020 ഓഗസ്റ്റിന് മുൻപും അതിനുശേഷവും നിങ്ങളുടെ ജീവിതത്തിനുണ്ടായ മാറ്റം എന്താണ്? ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും? നശിച്ചുപോയി. ഓരോ ദിവസം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എങ്ങനെ എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ ഓർത്തില്ല. ഞാൻ മാന്യമായിട്ടൊരു VSSയിൽ ഒരു ജോലി ചെയ്ത്, ഗ്യാങ് ലേബർ ആണെങ്കിലും കോൺട്രാക്റ്റിലാണ്, മാന്യമായിട്ടൊരു ജോലി ചെയ്ത് എൻ്റെ സ്വന്തം ലൈഫ് ഞാൻ നല്ലതുപോലെ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ ഒരു കേസോടെ എല്ലാം പോയി, തകർത്ത് കളഞ്ഞു. ഒന്നും ചെയ്യാൻ ഓർത്തില്ല. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാനൊരു പോലീസ് ക്ലിയറൻസിന് പോയപ്പോൾ അവർ തരുന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. PCC തരുന്നില്ല. ഞാൻ അവരോട് സംസാരിച്ചു, സാർ ഈ കേസ് എന്താണെന്നും ഇതെങ്ങനെ ഉണ്ടായെന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ അവർ പറയുന്നത്, എടാ നീ മർഡർ കേസ് കിടക്കുകയാണ്, വലിയ കേസ് കിടക്കുകയാണ്, നിനക്ക് തരാൻ പറ്റത്തില്ല. ഞാൻ പറയും, ഞാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ വെട്ടിയോ കുത്തിയോ കൊന്നയൊന്നുമല്ല, ഇത് നിങ്ങൾ ഇട്ട് വെച്ചാണ്. അപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. പ്രാഥമിക റിപ്പോർട്ട് വന്നപ്പോഴും ഇതിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് മർഡർ കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടിയില്ല. അവർ പറയുന്നത്, നമ്മൾ പോസ്റ്റ്മോർട്ടത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്കാണ്, കാർഡിയാക് അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, ആള് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രതിയായി, നമുക്ക് പ്രതിയായി. അവരെ മക്കൾക്ക് വ്യക്തമായിട്ടറിയാം, അവരാണ് ഇതിന് ഉത്തരവാദികൾ. ഈ അമ്മച്ചി മരിച്ചെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവരെ മക്കളാണ്. കാര്യം ഈ അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നോ ഇല്ലെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ വന്ന് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ നോക്കി. ഓരോരുത്തരടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പലരും പറയുന്നത്, അവിടെ ഒരു പയ്യൻ ഈ അമ്മച്ചിക്ക് വയ്യാതിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുവന്നപ്പോൾ ഇവരെ മോള് സമ്മതിച്ചില്ല. ഇവരെ മക്കൾ പറയുന്നത്, അങ്ങനെ കൊണ്ടുവന്ന് വേണ്ട, ഇവിടെ കിടന്ന് മരിക്കട്ടെ. അപ്പൊ അവർക്ക് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഹൃദയാഘാതമാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ വ്യക്തമായിട്ട് പരുക്കുകളൊന്നുമില്ല, ആരും ഉപദ്രവിച്ചിട്ടുമില്ല, ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് വ്യക്തമായിട്ട് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അതല്ലേ പറഞ്ഞത്, അവരെ മക്കൾ മനഃപൂർവ്വം വേണമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ കൊണ്ട് എൻ്റെ അമ്മയാണ് ഇപ്പൊ കിടക്കുന്നത്. താങ്കളുടെ ജീവിതമാണ് പോയത്. എൻ്റെ ജീവിതമാണ് പോയത്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള 6 പേരുടെ ജീവിതത്തിൽ എല്ലാവരും ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. ഇതിലിപ്പോൾ 4 പേർക്ക് കല്യാണം കഴിഞ്ഞതിൽ 4 പേർക്ക് ഭാര്യ, ഒരാൾക്ക് 3 പെൺപിള്ളേരാണ്. 3 പെൺപിള്ളേരാണ്. ആ പുള്ളി എത്ര നാളെന്നറിയാമോ കൊറോണയിൽ? ഏകദേശം എനിക്കൊന്നൊരു 6 മാസത്തോളം ജോലിക്കൊന്നും പോകാതെ ഈ കേസ് കാരണം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും സംഭവിച്ചുവെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ല, അത് ആത്മഹത്യ ചെയ്തെങ്കിൽ എനിക്ക് തോന്നി ജയിലിൽ കിടന്നപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്താണെന്ന്, ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് ഒന്ന് കിടക്കുന്നത്. ഇതെന്തെന്ന് പോലും എനിക്കറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചു. അവിടെ ഇനി പുറത്തിറങ്ങിയ മാനക്കേട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ 6 മാസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നടന്നു. വീട്ടിലൊരു ഫംഗ്ഷൻ വന്ന, ഒരു കല്യാണമോ അല്ലെങ്കിൽ മരണമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഒളിച്ചിരുന്നു വീട്ടിനുള്ളിൽ. മാനക്കേട് കാരണം ഒളിച്ചിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കേസ് അങ്ങനെയാണ്. ഇതിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വന്ന ന്യൂസ് എനിക്ക് പലരും ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ താഴെ വന്ന കമൻസ് നോക്കണം, എന്ത് വൃത്തികെട്ട കമൻസ് ആണ്. എങ്ങനെ നമ്മൾ ജീവിക്കും പറ? എനിക്കറിഞ്ഞൂടെ. ഞാനിപ്പോൾ ഒരു ദൈവകൃപ കൊണ്ട് ജീവിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിയും. ഈ ഒരു കേസ് കാരണം അവർക്ക് വല്ല കുറവുണ്ടോ പറ? ജീവിതം എൻ്റെ പോയില്ല, എൻ്റെ ജോലി പോയി, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. കല്യാണം വന്ന് ഒരു കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ പറയുന്നതാണ് കൊലക്കേസ് പ്രതിയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു സ്ഥിരം പ്രതിയോ ക്രിമിനലോ ഒന്നുമല്ല.
അങ്ങനെ പറയാം. ഞാൻ പോലീസുകാർ എന്തെങ്കിലും സംഭവം അവിടെ നടന്ന ഉടനെ എന്നെ വിളിക്കും. അപ്പം ഞാൻ ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് സംഭവം, ഇവിടെ ഒരു ഇത് നടന്നിട്ടുണ്ട്, സ്റ്റേഷൻ്റെ എൻക്വയറിക്ക് വിളിക്കുന്നതാണ്, നിങ്ങൾ കേസിൽ പ്രതിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയാം അതിന് ഞാനെന്ത് ചെയ്യേ, എൻ്റെ പേരിൽ നിങ്ങൾക്ക് മാസത്തിൽ എത്ര കേസ് വരുന്നെന്ന് ചോദിച്ചു. അവിടെ അങ്ങനെ വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല, എന്നാലും നമ്മൾ ശിക്ഷിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷത്തോടെ ഞാൻ ജയിലിൽ കിടക്കും. അതേ ചെയ്യാൻ പറ്റൂ ഇതിൽ, ഇങ്ങനെ ഒരു കേസിൽ. ഇതറിയണം, പോലീസും കേസൊക്കെ ഒരാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ള സമൂഹം അറിയണം. കോടതി നിയമം അറിയട്ടെ, കുഴപ്പമില്ല, അവരറിയണം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. റിപ്പോർട്ടുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടല്ലോ. ഈ കേസിൽ ശിക്ഷിച്ചാൽ ജയിലിൽ കിടക്കാം, കുഴപ്പമില്ല. ചെയ്യാത്ത കുറ്റത്തിന് 45 ദിവസം കിടന്നു ഞാൻ, പ്രശ്നമില്ല. ഇനിയുള്ളതും അത് വിഷയമുള്ളവരില്ല, കിടക്കാം, കുഴപ്പമില്ല. കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി.